ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. നാരായണീയം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ കാണുന്ന വാക്കാണ് വൈകുണ്ഠ ദർശനം. അപ്പോൾ വൈകുണ്ഠം എവിടെയാണ്? വൈകുണ്ഠം എന്ന് പറയുമ്പോൾ കുണ്ഠതകളില്ലാത്ത ലോകം, ബുദ്ധിമുട്ടുകൾ, പരാധീനതകൾ ഒന്നുമില്ലാത്ത ലോകം, അതായത് രോഗം, ദുഃഖം, ദുരിതം ഒന്നുമില്ലാത്തൊരു ലോകം, സ്വർഗസമാനമായ അല്ലെങ്കിൽ സ്വർഗം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് വൈകുണ്ഠം. അപ്പോൾ വൈകുണ്ഠത്തിലെത്താൻ നമ്മൾ ശ്രമിക്കുന്നു. അവിടെ വിഷ്ണു ഭഗവാനെ കാണാം, വിഷ്ണു ദർശനം, വൈകുണ്ഠ ദർശനം ഒക്കെ പിന്നെ ഏതൊരു ഭക്തൻ്റെയും ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ അതാണ് തപസ് ചെയ്ത് നേടുന്നത്. അപ്പോൾ ആ ഒരു വൈകുണ്ഠം നമ്മുടെ ഉള്ളിലാണ് എന്ന് മേൽപ്പത്തൂർ അടിവരയിട്ട് പറഞ്ഞായിരുന്നു. അതായത് വൈകുണ്ഠവും വൈകുണ്ഠവാസിയായ ഭഗവാൻ വിഷ്ണുവും നമ്മുടെ ഉള്ളിലാണ്. അത് നമ്മുടെ ഉള്ളിലാണ് അത് അന്വേഷിക്കേണ്ടത് എന്ന്. അതിനാണ് തപസ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും ഏതൊരു മഹത്കാര്യവും നേടാൻ തപസ് വേണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതായത് തപസ്സിലൂടെ മാത്രമേ ഒരു മഹത്തായിട്ടുള്ള ഒരു കാര്യം നേടാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ വൈകുണ്ഠ ദർശനം എന്ന് പറയുമ്പോൾ അതൊരു മഹത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ വൈകുണ്ഠ ദർശനവും വൈകുണ്ഠവാസിയായിട്ടുള്ള ഗുരുവായൂരപ്പനെയും നമുക്ക് കാണുവാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് ആ ദർശനം എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് നാരായണീയത്തിലെ മിക്ക ദശകങ്ങളും. അപ്പോൾ നമ്മളൊക്കെ ഈ ലോകത്ത് പലതരം ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടും, താപത്രയങ്ങളെന്ന് പറയും. ഈ താപത്രയങ്ങൾ ഇല്ലാതെയാക്കാൻ നാരായണീയം ഒരു ദിവ്യ ഔഷധമാണ് എന്ന് ഒരുപാട് ശ്ലോകങ്ങളിലൂടെ വിശദമാക്കുന്നുണ്ട് മേൽപ്പത്തൂർ. അപ്പോൾ ആ നാരായണീയവും അതുപോലെ തന്നെ ഈ താപത്രയങ്ങളെ ഇല്ലാതെയാക്കുന്ന ഓരോ ദശകങ്ങളും പഠിക്കുമ്പോൾ വൈകുണ്ഠവാസിയായിട്ടുള്ള ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണു നമ്മുടെ ഉള്ളിലാണ് ഉള്ളത് എന്ന് മേൽപ്പത്തൂർ നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ ആ ഒരു വൈകുണ്ഠ ദർശനം നമ്മുടെ ഉള്ളിലാണ് നടക്കേണ്ടത് എന്നും അതിന് നിരന്തരമായ തപസ് വേണം എന്നും ദശകം 7 ബ്രഹ്മാവിനോട് വിഷ്ണു ഭഗവാൻ തപസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ ബ്രഹ്മാവിന് ഭഗവാൻ കാണിച്ചു കൊടുത്തത് ഭഗവാന്റെ ദർശനവും അതുപോലെ വൈകുണ്ഠം അതിൻ്റെ ദർശനവുമാണ്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം. ഹരേ കൃഷ്ണ.